ആപ്കെ അദാലത്തിൽ സുനിൽ ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം കുടുംബത്തിനു വേണ്ടി ഇദ്ദേഹം സിദ്ധാന്തത്തിൽ വെള്ളം ചേർത്തു എന്നുള്ളതാണ്. ഞാൻ താങ്കളുടെ മകൾ പ്രിയാദത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ അവർ പറയുന്നത് താങ്കൾ കുട്ടിക്കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പിള്ളേർ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണമെന്ന്. TV ഒരു ലോഞ്ചിലുണ്ടായിരിക്കും, അത് ഒരു പ്രത്യേക സമയത്ത് മാത്രമേ കാണാൻ പറ്റൂ. എന്നോട് ചോദിച്ചാൽ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആവണമെന്നേ ഞാൻ പറയൂ. കാരണം നമ്മൾ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കാനേ പാടില്ല. അവർക്ക് റൂമിൽ TV, പുറത്ത് TV എന്ന്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, അതായത് കുട്ടികൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു നല്ല സിറ്റുവേഷൻ ഉണ്ടാകണം. പക്ഷെ താങ്കൾക്ക് തോന്നിയില്ലേ താങ്കളുടെ മകനെ വളർത്തിയ രീതി അത്ര ശരിയായില്ലെന്ന്? ചില കുട്ടികൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, മറ്റു ചിലർ അഗ്രസീവ് ആയിരിക്കും. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഞാൻ സഞ്ജയിനെ കൈയോടെ പിടികൂടി. എന്നെ കാണാനായി ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒരുപാട് പേര് വരും. അവരൊക്കെ അവനെ ഓമനിക്കും, അതായത് സഞ്ജയ് എൻ്റെ മകനായതുകൊണ്ട്. അങ്ങനെ ഒരിക്കൽ അവരെൻ്റെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയായിരുന്നു. വരുന്നവർ സിഗരറ്റൊക്കെ വലിക്കും, അവരത് റൂമിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ അവൻ ഗാർഡനിൽ താഴെ കിടക്കുകയാണ്, പക്ഷെ താഴെ നിന്നും പുക വരുന്നു. ഞാൻ നോക്കുമ്പോ അല്ല എന്താ ഇത്, ഞാൻ അവനെ തള്ളിമാറ്റി എന്താ കാര്യമെന്ന് നോക്കുമ്പോ അവൻ സിഗരറ്റ് വലിക്കായിരുന്നു, ഇങ്ങനെ വിരലിനിടയിൽ വെച്ചുകൊണ്ട്. അത് കണ്ടിട്ട് നീ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഇങ്ങനെ സിനിമാക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവൻ ചീത്തയാവല്ലോ. അതിനുശേഷം ഞങ്ങൾ അവനെ സനാവറിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. അവനെ സനാവറിലേക്ക് അയച്ചു. ബോർഡിംഗ് സ്കൂൾ? അതെ, ബോർഡിംഗ് സ്കൂളിലേക്ക്. അദ്ദേഹം അവിടെ പോയി ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് വലിയൊരു പ്രശ്നമായി മാറി. എന്റെ അഭിപ്രായത്തിൽ ആ ശീലമൊന്നും അവനില്ല. കാരണം അവൻ അമ്മയുമായി അത്ര അടുപ്പത്തിലായിരുന്നു. അമ്മയ്ക്കും അങ്ങോട്ട് അതുപോലെയായിരുന്നു. അതുകൊണ്ട് ആ ഡെത്ത് അവന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതായത് പറയുകയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ അവരെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ബ്രീച്ച് കാൻഡിയിലായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 7th May 1981 സഞ്ജുവിൻ്റെ പടം റിലീസ് ആകാനിരിക്കെ. അതെ, അവൻ്റെ ആദ്യത്തെ പടം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ആർട്ടിസ്റ്റിന്റെ ആദ്യത്തെ പടം എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു വലിയ കാര്യമാണ്. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. അപ്പോ എൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, ഞാൻ തീർച്ചയായിട്ടും പ്രീമിയർ കാണാൻ പോകുമെന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഡോക്ടറോട് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ ആംബുലൻസ് റെഡിയാക്കി, സ്ട്രെച്ചറിൽ വെച്ച്, ഞാൻ വീൽ ചെയർ പോലും റെഡിയാക്കിയിരുന്നു. എനിക്കെൻ്റെ മകൻ്റെ പടം കണ്ടേ പറ്റൂ എന്ന് അവൾ പറഞ്ഞു. വാശിയായിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചു. അതായത് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. അവർ തന്നു. ഞങ്ങൾ സഞ്ജുവിനൊപ്പം ഇരിക്കാനായി അങ്ങനെയാണ് ഞങ്ങൾ സീറ്റ് ചോദിച്ചിരുന്നത്. സോ 7th ആ പ്രീമിയർ ഷോ. പക്ഷേ 3rd May അവൾ മരിച്ചു. അപ്പോൾ അവന് ഒന്നും അറിയില്ലായിരുന്നു. അവൻ വെറും ഒരു ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ കരയണോ അതോ പടത്തിൻ്റെ റിലീസായതുകൊണ്ട് സന്തോഷിക്കണോ? അങ്ങനെ വലിയ പ്രയാസത്തോടു കൂടിയാണ് അവൻ്റെ കരിയർ തുടങ്ങിയത്. അവനെ ഞാൻ തെറ്റു പറയില്ല. കാരണം അങ്ങനെയുള്ള വേദന വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തേനെ. ഒരു ഇംപ്രഷനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, സഞ്ജയ് ദത്തിനെക്കുറിച്ച്. പബ്ലിക് മൈൻഡിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് അണ്ടർവേൾഡിലുള്ളവർക്കും അദ്ദേഹത്തിനും എന്തോ കണക്ഷൻ ഉള്ളതായിട്ട് എല്ലാവരും കരുതുന്നു. അണ്ടർവേൾഡുമായി എനിക്കും കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തിന് കള്ളം പറയണം? മസ്താൻ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. പിന്നെ കരീം ലാലയും എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ എല്ലാവരും നമ്മളെ വന്ന് കാണും. അതായത് ആർട്ടിസ്റ്റുകളെ അവർക്ക് ഫേവറായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. ആ ആർട്ടിസ്റ്റ് അവർക്കൊപ്പം ചേർന്ന് സ്മഗിൾ ചെയ്ത, ആ ആർട്ടിസ്റ്റ് അവർക്കൊപ്പം ചേർന്ന് ജനങ്ങളെ കൊന്നാൽ രണ്ടുപേരും ഒരേ തരക്കാരാകും. ഒരു ആർട്ടിസ്റ്റിനോട് അവർ മര്യാദയ്ക്ക് പെരുമാറിയാൽ, അതായത് മസ്താൻ എന്നെ ഒന്ന് കാണുമായിരുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് അദ്ദേഹം പാർട്ടി തന്നെ തുടങ്ങി. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചു. അത് എന്റെ തെറ്റാണോ? താങ്കളെക്കുറിച്ച് ഇതുവരെ ആരും ഒന്നും ആരോപിച്ചിട്ടില്ല. പക്ഷേ സഞ്ജയ് ദത്തിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ കുറ്റം പറയുന്നവർ ഒരുപാട് പേരായി. ക്ഷമിച്ചേക്കൂ. അക്കാലത്ത് ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമായിരുന്നു. അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇവർ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്. ഞങ്ങൾ കണ്ടുമുട്ടും, അവർ വരും, അവർ പാർട്ടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ശരി, ഈ കാര്യത്തെക്കുറിച്ച് പറയൂ. താങ്കൾ എപ്പോഴും
സമ്പ്രദായങ്ങൾക്കെതിരായിട്ട് പോരാടി. താങ്കൾ ശിവസേനയ്ക്കെതിരായിട്ട് പോരാടി. പക്ഷേ സഞ്ജയുടെ കേസ് നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ BJP ശിവസേന അലയൻസ് ആയിരുന്നു. അപ്പോൾ ബാൽ താക്കറെയുടെ സഹായം താങ്കൾ ചോദിച്ചിരുന്നു? ബാൽ താക്കറെ സർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നെ ഞങ്ങൾ അന്യോന്യം ബഹുമാനിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ആ സമയം അദ്ദേഹത്തിൻ്റെ ഭരണമായിരുന്നു. ആ സമയത്ത് ബാൽ താക്കറെയുടെ സർക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താക്കോൽ എൻ്റെ കയ്യിലാണെന്ന് പറയും. ആരുടെ കയ്യിലാണ് താക്കോല്? അതെ, റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലാണെന്ന് പറയും. താക്കോലും റിമോട്ട് കൺട്രോളും ആരുടെ കയ്യിലാണോ അങ്ങോട്ടല്ലേ നമ്മൾ പോകൂ. അതും എൻ്റെ മകന് വേണ്ടി. നിങ്ങൾക്കറിയാം, അവനൊരു പ്രശ്നത്തിലായിരുന്നു. അവന് സുഖമില്ലാതിരുന്നു. അവന് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ? അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ്റെ അടുത്തേക്കല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അതായിരുന്നു കാരണം. ഇങ്ങനെ താങ്കൾക്ക് തോന്നിയില്ലേ ആശയങ്ങളെ കോംപ്രമൈസ് ചെയ്യണം? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്നേനെ. നിങ്ങൾ എന്റെ മകനെ സഹായിച്ചു, ഞാൻ നിങ്ങളുടെ പാർട്ടിയിൽ ചേരാമെന്ന് പറഞ്ഞേനെ. അതായത് ഞാൻ അങ്ങനെ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷനിൽ ബാൽ താക്കറെ താങ്കളോട് നിൽക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് താങ്കൾ നിന്നില്ലെന്നാണ്. അല്ലല്ല, 2 ഇലക്ഷനിലും അവർക്ക് എതിരായിട്ടാണ് ഞാൻ നിന്നത്. അവരുടെ കാൻഡിഡേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട്. 99-ൽ ഞാൻ മത്സരിച്ചു, ഇപ്പോഴും മത്സരിച്ചു. അപ്പം നിന്നില്ലല്ലോ. ഞാൻ അപ്പം നിൽക്കാത്തതിന് കാരണം എന്റെ ലീഡർഷിപ്പ് അത് അലോ ചെയ്തില്ല. അതായിരുന്നു കാരണം. അത് ശരിയായിട്ടുള്ള സമയമല്ലെന്ന് എനിക്കപ്പോ തോന്നി. പക്ഷെ ഞാൻ പാർട്ടി വിട്ടു വന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നരസിംഹറാവു സാർ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. നിന്റെ പേര് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. അതിനുശേഷം മിസ്റ്റർ ബാൽ താക്കറെ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം ഒരു നല്ല ലീഡറാണ്. അദ്ദേഹം അങ്ങനെ ഒരു കണ്ടീഷനും ഇട്ടിരുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ, നീ ഇലക്ഷനിൽ നിൽക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. എന്റെ അഭിപ്രായത്തിൽ ചെറിയ ആളുകളെ ഇങ്ങനെയൊക്കെ ചെയ്യൂ. അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ താങ്കളുടെ പാർട്ടിയിൽ തന്നെ താങ്കൾ ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ലെന്ന് കരുതുന്ന പലരും ഉണ്ട്. എനിക്കറിയാം, എന്റെ പാർട്ടിയിൽ തന്നെ ചില ആളുകളുണ്ട്. അവര് തന്നെ എന്നെ പരാജയപ്പെടുത്തും. ഇപ്പോ അതേ പൊളിറ്റീഷ്യൻസ് തന്നെ താങ്കളുടെ പാർട്ടിയിൽ ചേർന്ന് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു പൊളിറ്റീഷ്യനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ എന്റെ വായിന്ന് പേര് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്? എനിക്കറിയാവുന്നത് പറയുന്നു. അതായത് ഞാൻ ആ സമയത്ത് മഹാരാഷ്ട്രയിൽ താങ്കളുടെ പാർട്ടിയുടെ ലീഡർ പറയൂ. താങ്കൾ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാനും പറയാൻ പോകുന്നില്ല. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പൊളിറ്റീഷ്യൻ അദ്ദേഹം വീണ്ടും താങ്കളുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അത് പാർട്ടിയുടെ തീരുമാനമാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എടുത്ത തീരുമാനം. ഞാനൊരു ഗ്രേറ്റ് ലീഡർ ഒന്നുമില്ല. ഞാനൊരു ചെറിയ സിപ്പായാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ.